നമസ്കാരം. ദി ഐഡം റിസാല അപ്ഡേറ്റ് ഇൻറ്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. യുദ്ധങ്ങളുടെയും നരഹത്യകളുടെയും കൂട്ടക്കുരുതികളുടെയും ഒരു കാലത്തിലൂടെ ലോകം കടന്നു പോവുകയാണ്. അത് കൂടുതൽ കൂടുതൽ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ തുടർച്ചയായി യുദ്ധം നമ്മുടെ നാട്ടുകാർ ഏറെ താമസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കും വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കിട്ടുന്ന സൂചന, ഇന്ന് രാവിലെ ഇന്ത്യൻ സമയത്ത് നമുക്ക് കിട്ടുന്ന സൂചന, ഇറാനെതിരായിട്ടുള്ള അവരുടെ കടന്നാക്രമണം, പശ്ചിമേഷ്യയിലെ അവരുടെ കടന്നാക്രമണം പല മേഖലകളിലേക്ക് ബഹുമുഖമായി വളരാൻ പോവുകയാണ്. ഇറാനിൽ കരസേനയുടെ നേതൃത്വത്തിലുള്ള കടന്നാക്രമണം ആരംഭിക്കും എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അത് ആവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം പശ്ചിമേഷ്യയുടെ ഇതര ഭാഗങ്ങളിൽ, ലെബനോനിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു മൾട്ടിപ്പിൾ ഫ്രണ്ട്സിലുള്ള ആക്രമണം ആണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ അമേരിക്കയിൽ തന്നെ ട്രംപിൻ്റെ തന്നെ പാർട്ടിയിൽപ്പെട്ടവർ, പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആൾക്കാർ, അവരെല്ലാം എന്താണ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ന ചോദ്യം ഉറക്കെ ചോദിക്കുന്നുണ്ട്. ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് തുടർച്ചയായിട്ട് എന്താണ് സംഭവിച്ചത് എന്നെല്ലാവർക്കും അറിയാം. ആ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിയായിരുന്ന UK-യുടെ അന്നത്തെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പിന്നീട് മാപ്പ് വരെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ അമേരിക്കയുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കടന്നാക്രമണങ്ങളെല്ലാം ലക്ഷ്യമാക്കിയതെന്തോ അതൊന്നും പൂർത്തീകരിക്കാത്തൊരവസ്ഥയാണുള്ളത് എന്ന് അമേരിക്കയിൽ ജനാഭിപ്രായം, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ വളർന്നൊരു സമയത്താണ്. അത്തരമൊരു സമയത്ത് നമ്മൾ ഐഡം റിസാല അപ്ഡേറ്റ് ഇൻറ്ററാക്ഷൻസിൽ ഇന്ന് സംസാരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ AK രാമകൃഷ്ണനോടാണ്. അദ്ദേഹം അന്താരാഷ്ട്ര കാര്യ വിദഗ്ധനാണ്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ വളരെ സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. രാമകൃഷ്ണൻ, ഞാൻ ഈ ഒരു പശ്ചാത്തലം എന്താണിപ്പോൾ നടക്കുന്നത്, ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയത്ത് നമ്മൾ കേട്ട കാര്യങ്ങളടക്കം ഞാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു പശ്ചാത്തലം അവതരിപ്പിക്കുകയുണ്ടായി. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് പുതിയ ട്രെൻഡ്സ് ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. അത് പശ്ചിമേഷ്യയിലെ പല ഭാഗങ്ങളിലേക്കും പടരുന്നു എന്നുള്ളത് മാത്രമല്ല, ലോക സാമ്പത്തിക രംഗത്തിന് തന്നെ അത് ഏൽപ്പിക്കുന്ന ആഘാതം ഒരു വശത്ത്, അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ വളരെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് നമുക്കറിയാം. ഏറ്റവും പ്രധാനം നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലേക്ക് ഈ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. ഇറാനിയൻ കപ്പലിനെ ഇന്ത്യൻ ഓഷ്യൻ വെച്ച് ആക്രമിക്കുന്ന കാര്യമൊക്കെ നാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ തന്നെ മുറ്റത്തേക്ക് യുദ്ധം വരുന്നു എന്നുള്ള ഒരു കാര്യം വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒന്നാണ്. ഇറാനിയൻ ജനത വളരെയധികം നാശനഷ്ടങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അവരുടെ വലിയ ആൾനാശം അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒരു വിധത്തിൽ ഈ യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആണ് എന്നുള്ളത് ആണ് ഒരു വശത്തുള്ളത്. ഇത് ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പ്രത്യേക കാരണമൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ യുദ്ധമുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ഇസ്രായേലും അമേരിക്കയും ഈ മേഖലയിൽ വളർത്തിയിട്ടുണ്ട്. വെങ്കടേശ് രാമകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച ആ സംഗതി, ഇപ്പോൾ ഇറാഖിനെതിരെയുള്ള യുദ്ധം ഒരു ബ്ലേറ്റന്റ് ലൈ, അത് ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നുള്ളത് പറഞ്ഞുകൊണ്ട്
ഇത്രയും 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയും സഖ്യകക്ഷികളും കടന്നു വന്നത് നമുക്കറിയാം. കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾ, അത് ഒരു വിധത്തിൽ ഇതിൻ്റെയൊക്കെ ആവർത്തനമാണ്. ഇതിന് എന്താണ് ഒരു സോളിഡായിട്ടുള്ള റാഷണലായിട്ടുള്ള അടിസ്ഥാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂവിങ് ഗോൾ പോസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള പലതരം അഭിപ്രായങ്ങളാണ് അമേരിക്കൻ ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ നിന്നും പൊളിറ്റിക്കൽ സർക്കിൾസിൽ നിന്നും ഒക്കെ വരിക. അപ്പോൾ ഇത് ഒരു വിധത്തിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു എൻഡ് ഗെയിം എന്ന് പറയുന്നത്, എപ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ യുദ്ധം തുടങ്ങുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് യുദ്ധം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നു. പക്ഷേ അത്തരം അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഈ ലോകത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഒരു ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമം നമ്മൾ ഇതിലൊക്കെ കാണുന്നുണ്ട്. വെനസ്വേലക്കെതിരെയുള്ള ആക്രമണമായാലും ഇറാനെതിരെയുള്ളതായാലും നമ്മൾ കാണുന്ന ഒരു സംഗതി, ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ലോകത്തെ പ്രദേശങ്ങൾക്ക് മേലെയുള്ള ശക്തമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു പരിപാടി ഇതിലൊക്കെ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ മേഖല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറെ കാലമായി അതിൻ്റെ തന്നെ സ്വാധീനത്തിന് വലിയ ചാലഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഈ മേഖലയിലെ രാജ്യങ്ങളാകമാനം, വിപ്ലവത്തിന് മുമ്പ് ഇറാനും ഒക്കെ ഒരു അമേരിക്കൻ സെക്യൂരിറ്റി ആർക്കിടെക്ചറിന് കീഴെ നിലക്കൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. ഈ സെപ്റ്റംബർ 11 സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷം സൗദി അറേബ്യയൊക്കെ അമേരിക്കൻ സെക്യൂരിറ്റി അപ്പാരറ്റസിന് കീഴിലാണെങ്കിലും കുറച്ചൊക്കെ ഓൾട്ടർനേറ്റീവ്സ് തേടുന്നുണ്ടായിരുന്നു. ഇത്തരം സാധ്യതകൾ, അത് ചൈനയുമായിട്ടുള്ള അടുത്ത ബന്ധം, റഷ്യയുമായിട്ടുള്ള ബന്ധം, അത്തരം കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്കറിയാം ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും 2023 വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത്തരം മാറ്റങ്ങളുടെ ഒരു സമയത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആധിപത്യം ഈ മേഖലയിൽ സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി നമുക്ക് കാണാവുന്നതാണിത്. അതിന് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആർഗ്യുമെൻസും റീസൺസും ഒന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, പക്ഷേ ഇപ്പോൾ ഈ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഒരു ലാർജർ പ്ലാനിൽ അതിൽ സൗദി വളരെ സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇറാൻ നടത്തിയിട്ടുള്ള ഈ ഗൾഫിലെ പല മേഖലകളും നടത്തിയിട്ടുള്ള ടാർഗറ്റ്, അതായത് അമേരിക്കൻ എംബസി അടക്കമുള്ള സ്ഥലങ്ങളിൽ ടാർഗറ്റിൽ, ഇതിലൊക്കെ ബാധിക്കപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇറാനെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു പ്രചാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെപ്പറ്റി ഞാൻ തന്നെ നേരത്തെ പലപ്പോഴും ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണിപ്പോൾ അമേരിക്കയും അമേരിക്ക വിരുദ്ധമായിട്ടുള്ള ശക്തികളും, അതിൽ ഇറാൻ മാത്രമാണ് പ്രമുഖമായി ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ളത്. കുറച്ചൊക്കെ യമനും പിന്നെ ലെബനോണിലെ സൗത്ത് ലെബനോൺ, പ്രത്യേകിച്ച് ഹെസ്ബുള്ളയുടെ അധീനതയിലുള്ളത്, പാലസ്തീനും, ഈ പ്രദേശങ്ങളാണ് ഏതെങ്കിലും വിധത്തിൽ ചെറുത്തുനിൽപ്പ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഈ ഗൾഫ് രാജഭരണങ്ങളെ ഒരു വിധത്തിൽ ഈ അമേരിക്കയുടെ സഖ്യകക്ഷികളായി അവർ ദീർഘകാലം നിലനിൽക്കുന്നവർ, അവിടെയൊക്കെ അമേരിക്കൻ ബേസസ് ഉണ്ട് എന്ന് നമുക്കറിയാം.
അതൊരു ലെജിറ്റിമേറ്റ് ടാർഗറ്റ് എന്നുള്ള നിലക്ക് ആണ് ഇറാൻ കാണുന്നത്. കാരണം ഒരുപക്ഷെ ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ടെറിട്ടറി ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യാഘാതമുണ്ടാവും എന്നുള്ള രീതിയിൽ. അതേസമയത്ത് അത് അമേരിക്കൻ ടാർഗറ്റ്സിന് മേലെ ആയി ലിമിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നോക്കുമെന്നും ഇറാൻ പറയുന്നുണ്ടായി. പലപ്പോഴും ഇതിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ബേസ് എന്നുള്ള അമേരിക്കൻ ബേസസിന് നേരെയുള്ള അറ്റാക്ക് എന്നുള്ള മാത്രമല്ല, അമേരിക്കൻ പേഴ്സണലും, അത് ഇൻ്റലിജൻസ് ആൾക്കാരാണെങ്കിലും അമേരിക്കൻ മിലിറ്ററി അഡ്വൈസേഴ്സ് ആണെങ്കിലും ഇവരൊക്കെയുള്ള താമസ സ്ഥലങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് അവിടെയും അറ്റാക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഞാണിന്മേൽ കളിയാണ് അവിടെ കളിക്കുന്നത്. ഒരേ സമയത്ത് അമേരിക്കൻ ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യണം, അതേസമയത്ത് ഈ ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ ശത്രുതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യരുത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് നടക്കുന്നുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇറാന്റെ മേലെയുള്ള അറ്റാക്കൊന്നും വരുന്നതായി നാം കാണുന്നില്ല. അതങ്ങനെ ലിമിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ട്. പക്ഷെ നമ്മുടെ മീഡിയ നരേറ്റീവില് അത് വേണ്ടത്ര ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു കൗണ്ടർ നരേറ്റീവ് വേണ്ടത്ര പ്രതിഫലിക്കപ്പെടുന്നില്ല. പക്ഷെ ഞാൻ രാമകൃഷ്ണൻ, ഞാൻ ഒരു വിഷയത്തിലേക്ക് പെട്ടെന്നൊന്ന് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ തുടക്കത്തിൽ പറയണ്ടായി, ഈ യുദ്ധം നമ്മുടെ മുറ്റത്ത് ഇന്ത്യൻ ഓഷനിൽ, ശ്രീലങ്കയിൽ, അവിടെ ആ പ്രദേശത്തെത്തി. നമ്മുടെ രാഷ്ട്രപതി ഒരു ഇന്തോ ഇറാനിയൻ സഖ്യ സൈനിക ഭാഗമായിട്ട് അവിടെ പങ്കെടുത്ത ആ പരിപാടിയിൽ പങ്കെടുത്ത കപ്പലാണ് അമേരിക്ക തകർത്ത് അതിനെ അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയം ഈ ഒരു അവസ്ഥയിൽ എന്താണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും ഈ യുദ്ധം തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പല ഉടമ്പടികളെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങളുണ്ടായി എന്ന് കേൾക്കുന്നു. അപ്പോൾ നമ്മളുടെ വിദേശ നയം, ഇറാനുമായിട്ട് നമ്മൾ വളരെ നല്ല ബന്ധത്തിൽ എത്രയോ ദശാബ്ദങ്ങളായി കഴിഞ്ഞൊരു രാജ്യമാണ്. അപ്പോൾ നമ്മുടെ വിദേശ നയം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്കൊന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ലോകരാജ്യങ്ങൾക്കിടയ്ക്ക് ഇന്ത്യക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ഇത്തരം ശാക്തിക ചേരികളിൽ നേരിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറാതെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കുക. നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ കാലത്ത് അതാണ് മുഖ്യമായി പ്രതിഫലിച്ചിരുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊക്കെ പറഞ്ഞാണ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അത്തരം ഓട്ടോണമി പലപ്പോഴും ഇന്ത്യൻ സ്റ്റേറ്റ് അത് സറണ്ടർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് പാലസ്തീൻ്റെ കാര്യത്തിലും വളരെ വ്യക്തമായിരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ പ്രധാനമന്ത്രി പോയി അവിടുന്ന് പറയുന്നത് ആ ഇസ്രായേലിനുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കലാണ്. അത് പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള പ്രത്യാഘാതം എന്താണ്, അത് പാലസ്തീൻ പ്രശ്നത്തിൽ നമ്മുടെ നിലപാടിനെ കുറിച്ച് എന്താണ് പറയുന്നത്, അത് തന്നെ ഒരു വലിയ ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള മാറ്റം ഈ പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഡീഹൈഫനേഷൻ എന്നാണ് ഇതിനെയൊക്കെ ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേലുമായിട്ടുള്ള അടുത്ത ബന്ധവും പാലസ്തീനോട് നമുക്കുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ബന്ധവും രണ്ടും മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ രണ്ടും അന്യോന്യം ബന്ധിപ്പിക്കില്ല എന്നുള്ളത്. അങ്ങനെ സാധിക്കുമോ? ഇസ്രായേലിൻ്റെ ഓക്യുപ്പേഷനാണ് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഈസ്റ്റ് ജെറുസലേമിലും ഒക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരം ഒരു നിലപാട് തന്നെ ഇന്ത്യയുടെ ലോകരാഷ്ട്രീയത്തിലെ നിലപാടിൻ്റെ ഒരു ഉരകല്ലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
ഇതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ ഓഷൻ മേഖലയിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഇറാനിയൻ വെസൽസിന് നേരെയുള്ള ആക്രമണം ശ്രീലങ്കൻ തീരത്ത്. ഇന്ത്യയും അമേരിക്കയുമായി ദീർഘകാലമായുള്ള മാരിടൈം അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്, എഗ്രിമെൻറ്റ്സും ഉണ്ട്. അതനുസരിച്ച് ഈ മേഖലയിലുള്ള ഇപ്പം അമേരിക്ക ഏതെങ്കിലും നീക്കം നടത്തുകയാണെങ്കിൽ അത് ഇന്ത്യയെ അറിയിക്കേണ്ടതാണ്. കാരണം വലിയൊരു അന്യോന്യമുള്ള കോൺഫ്ലിക്റ്റിലേക്ക് അത് പോകാതിരിക്കും. ഇന്ത്യയുടെ ഒരു വിധത്തിലുള്ള ഇന്ത്യൻ ഓഷൻ മേഖലയിലുള്ള അവകാശത്തെയും അധികാരത്തെയും മാനിക്കുന്ന ഒരു രീതിയിലുള്ള എഗ്രിമെൻറ്റ്സ് ആണ് നേരത്തെ ഉള്ളത്. പക്ഷെ അതിന് യാതൊരു വിലയും ഇന്ന് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇറാനിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം കാണിക്കുന്നത്. ഇന്ത്യക്ക് അതിൽ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഇൻവിറ്റേഷനിൽ ഇവിടെ വിശാഖപട്ടണത്ത് വന്നിരിക്കുന്ന ഇറാനിയൻ കപ്പലുകളാണിത്. അപ്പോൾ അതിനെതിരെ നടക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയുടെ തന്നെ പിന്നെ പേരിനും അതിൻ്റെ നയങ്ങളുടെ മിലിറ്ററി റെപ്യൂട്ടേഷന് തന്നെ ബാധിക്കുന്ന ഒരു സാധനമാണെന്ന് പറയാം. വളരെയധികം ബാധിക്കുന്നതാണ്. ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇന്ത്യയുമായി നേവൽ സഹകരണം ഈ ഇന്ത്യൻ ഓഷൻ ലിറ്ററൽ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വലിയ പ്രശ്നം അവിടെ ഉത്ഭവിക്കുന്നുണ്ടല്ലോ. അതൊരു ട്രസ്റ്റിന്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായി കാണുന്നത് ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഒരു വോയിസ് ഇല്ല എന്നുള്ളതാണ്. അമേരിക്ക ഇന്ത്യയെ ഈ മേഖലയിൽ തന്നെയുള്ള ഇന്ത്യൻ ഓഷൻ മേഖലയിൽ പോലുമുള്ള ഒരു ശക്തിയായി കണക്കാക്കുന്നില്ല എന്നുള്ളത്, അങ്ങനെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അത് വളരെ വ്യക്തമായിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ താരിഫ് യുദ്ധം അതായിരുന്നല്ലോ കാണിച്ചുകൊണ്ടിരുന്നത്, ഈ 50% താരിഫും അതുപോലുള്ള സംഗതി. ഇപ്പം നമുക്കറിയാം ഈ ഇറാന്റെ കാര്യത്തിൽ തന്നെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ചാബഹാർ പോർട്ടിന്റെ വികസനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇന്ത്യ ഏറ്റവും അവസാനം ഈ 2024 $120 മില്യൺ ഒരു 10 കൊല്ലത്തെ അഗ്രിമെന്റ് ഇറാനുമായിട്ട് സൈൻ ചെയ്തു ചാബഹാർ പോർട്ടിലെ ഇൻവെസ്റ്റ്മെന്റായിട്ട്. 2025 ആ സമയത്ത് തന്നെ ചാബഹാറിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അമേരിക്കൻ സാങ്ഷൻസിനെ ഉള്ളത് കൊണ്ട് മറ്റു വിധത്തിലുള്ള ബന്ധങ്ങളൊന്നും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇന്ത്യ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്ത രാജ്യമായിരുന്നു. ഇറാൻ രണ്ടാമത്തെ മേജർ സപ്ലയർ ആയിരുന്നു. ഈ അമേരിക്കൻ സാങ്ഷൻസ് കൊണ്ട് അത് ഒഫീഷ്യലായിട്ടുള്ള എണ്ണ ഇറക്കുമതി പൂജ്യമായി, ഒന്നും ഇല്ലാത്ത നിലയായി. അത് ആ സാങ്ഷൻസ് റെഷീമുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കുന്നത് കൊണ്ടാണ്. ചൈന അതേസമയം ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചാബഹാറിന്റെ കാര്യത്തിൽ അമേരിക്കൻ സാങ്ഷൻസിൽ ഒരു ഇളവ് കൊടുത്തതാണ് ഇന്ത്യക്ക്. അത് ചാബഹാറിൽ ഈ നോർത്ത് സൗത്ത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ എന്ന് പറയുന്നത്, അത് അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും പിന്നീട് റഷ്യയിലേക്കുമൊക്കെ പോകാനുള്ള ഒരു ലാൻഡ് റൂട്ടിനെയൊക്കെ അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ചാബഹാർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അമേരിക്കയുടെ ഈ ഇളവ് കൊണ്ട് ചാബഹാറിൻ്റെ ഇത് $120 മില്യൺ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ 25 ട്രംപ് ഈ താരിഫുകൾ നടപ്പാക്കുന്ന സമയത്ത് ഇറാന്റെ മേലുള്ള ഈ മാക്സിമം പ്രഷർ ക്യാമ്പയിൻ ഒക്കെ നടത്തുമ്പോൾ ആ ഇന്ത്യക്കുള്ള ഇളവ് പിൻവലിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് 25 തൊട്ടിങ്ങോട്ട് കഴിഞ്ഞ വർഷം തൊട്ടിങ്ങോട്ട് ഈ ചാബഹാറിലൊന്നും ചെയ്യാനില്ല. ഇന്ത്യയുടെ സ്ഥാനം ഈ രീതിയിൽ ഒരു താഴോട്ട് പോയി ഒരു പ്രധാനപ്പെട്ട പ്ലെയറായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാന്നിധ്യമായി
സാർവദേശീയ രംഗത്ത് ഇന്ത്യ ഇല്ല എന്നുള്ളൊരു പെർസെപ്ഷൻ പടരുന്നു എന്ന് രാമകൃഷ്ണൻ പറയുണ്ടായി. അപ്പോൾ വളരെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഈ ഡൽഹിയിൽ കേൾക്കുന്ന ചെറിയ നുവാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം, അത് എന്താ വെച്ചാൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും പ്രധാനമന്ത്രിയും തമ്മിൽ തന്നെ ഈ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം അതിൻ്റെ നുവാൻസസ് ഇതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അത് ആ ഒരു സ്ഥിതിവിശേഷത്തെ മറികടക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി തന്നെ ഈ ഇസ്രായേലിലേക്കുള്ള സന്ദർശനങ്ങൾ നടത്തിയതെന്നും പറഞ്ഞിട്ടുള്ളൊരു അടക്കം പറച്ചിൽ ഡൽഹിയിലെ പല മേഖലകളുണ്ട്. ഇത്തരത്തിലുള്ളൊരു അടക്കം പറച്ചിലിൻ്റെ ഒരു റിയൽ പൊളിറ്റിക്സ് സെൻസിനെ പറ്റി രാംകിക്ക് എന്താണ് തോന്നുന്നത്? ഇതിൻ്റെ ക്യുമുലേറ്റീവായിട്ടുള്ള ഇഫക്റ്റ് എന്തായാലും ഈ പൊളിറ്റിക്കൽ സർക്കിൾസിലാണെങ്കിലും വിദേശ മന്ത്രാലയവും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ടുള്ള തർക്കങ്ങളാണെങ്കിൽ പക്ഷെ ക്യുമുലേറ്റീവായിട്ട് ഇന്ത്യക്കാരെന്നുള്ള നിലക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ കൂടുതൽ വഷളായി വന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ നമ്മുടെ നില. ഇറാൻ്റെ കാര്യം നേരത്തെ വെങ്കടേഷ് സൂചിപ്പിച്ചു. ഇന്ത്യയുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ ഏത് കാര്യം ഇറാനെ കുറിച്ച് പറയുമ്പോൾ സിവിലൈസേഷണൽ കണക്ഷൻസ് ആണ് എപ്പോഴും പറയാറ്. പല കാര്യങ്ങളിൽ ഇപ്പോൾ 1994 കാശ്മീർ പ്രശ്നത്തിലൊക്കെ ഇന്ത്യയുടെ കൂടെ ഉള്ള രാജ്യമാണ് ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയും. റെവല്യൂഷന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചപ്പോഴേ ഈ നോൺ അലൈൻ മൂവ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള ഒരു പങ്കാളിയായി വന്ന രാജ്യമാണ് ഇറാൻ. പല വിധത്തിലുള്ള ബന്ധങ്ങൾ, വലിയ തോതിലുള്ള എണ്ണ ഇറക്കുമതി ആ രാജ്യത്തിനുണ്ടായിരുന്നു. ട്രേഡ് വേണ്ടത്ര വികസിപ്പിക്കാൻ അന്നും സാധിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഷായുടെ കാലത്തുള്ളതിനേക്കാളും ശക്തമായിട്ടുള്ള ബന്ധം ഇറാനുമായിട്ടുണ്ടായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി. കാരണം ഷായുടെ കാലത്ത് അമേരിക്കൻ സഖ്യകക്ഷിയായി നിലകൊണ്ടിരുന്ന രാജ്യമാണ്. നമ്മുടെ അന്നത്തെ നയങ്ങളുമായിട്ട് യോജിക്കുന്ന ഒരു രാജ്യമായിരുന്നില്ല ഇറാൻ. പക്ഷേ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഓപ്പണിംഗ് ആയിരുന്നു ഈ മേഖലയിൽ. ആ ബന്ധത്തിൽ വലിയ ഒരു വിടവ് വന്നത് സ്വാഭാവികമായിട്ട് ഈ ഇന്ത്യയുടെ തന്നെ IAEA വോട്ടാണ്. അത് പക്ഷേ എങ്കിലും ബന്ധങ്ങൾ ഈ ചാബഹാറിനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയെ സമീപിക്കുന്നത് തന്നെ ആ ബന്ധം ശക്തമാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഇപ്പോൾ ഒരു ഇറാന് മേലെയുള്ള അതിൻ്റെ പരമാധികാരത്തിന് മേലെയുള്ള ആക്രമണം നടത്തിയിട്ട് അമേരിക്കയും ഇസ്രായേലും നടത്തി അതിനെ അപലപിക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഇല്ല നമ്മുടെ രാജ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ പഴയ വെസ്റ്റ്ഫാലിയൻ രീതിയിലുള്ള ഈ ദേശരാഷ്ട്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥയെ അതിൽ സോവറിനിറ്റി എന്ന് പറയുന്നതിനുള്ള പ്രാധാന്യമൊക്കെ അത് കുറച്ച് കൊണ്ടുവരാൻ അമേരിക്ക പോലുള്ള ശക്തമായിട്ടുള്ള രാജ്യങ്ങളുടെ ഇൻ്റർവെൻഷൻസ്, അത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ലിബിയയിലും വെനസ്വേലയിലും ഒക്കെ ഉള്ള, ഇപ്പോൾ ഇറാനിലും ഒക്കെയുള്ള ഇൻ്റർവെൻഷൻസ് കാണിക്കുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥയോട് യാതൊരു വിധത്തിലുള്ള കൂറും ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത്തരം അന്താരാഷ്ട്ര സംവിധാനങ്ങളെ നിലനിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ അപലപിക്കുക തന്നെ വേണം. അത് ഈ ഗ്ലോബൽ സൗത്തിലെ മിക്ക രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഇന്ത്യ പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിനിടയിൽ കൂടെ ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണെന്ന് പറയുന്ന ഒരു വാദവും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ നോക്കൂ, അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനം നമുക്കുള്ളത് ബ്രിക്സ് ആണ്. ആ ബ്രിക്സിനെ ഒരു ഓൾട്ടർനേറ്റീവ് ഇതായിട്ട് വികസിപ്പിക്കുന്നതിന് വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കേണ്ടുന്ന ഒരു അവസരമല്ലേ ഇത്? ഇതുമാതിരിയുള്ള ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് ഈ സമയത്തൊക്കെ ലോക സമ്പദ്ഘടനയുടെ മേലെയുള്ള കൺട്രോൾ വീണ്ടും ഉണ്ടാക്കാൻ അമേരിക്കൻ മുതലാളിത്തത്തിന് പറ്റിയിട്ടുള്ള വളരെയധികം പരിക്കുകളിൽ നിന്ന് അത്
ഒരു വിധത്തിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് വീണ്ടും കൊണ്ടുവരുന്നത് ആ ഒരു ശക്തിയെ പുനരാർജിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇതൊക്കെ. ഒരു വിധത്തിൽ ഐഡിയോളജിക്കലായിട്ട് അമേരിക്കയിൽ നിന്ന് ഇന്റേണലായിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച ആ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റ് മാഗ മൂവ്മെന്റിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ മറ്റൊരു വിധത്തിൽ അമേരിക്കയിൽ വലിയ ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാ വെച്ചാൽ ഈ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലിബിയ ആയാലും ഇറാഖ് ആയാലും എല്ലായിടത്തും അമേരിക്ക എന്ത് ലക്ഷ്യമാണോ മുന്നോട്ട് വെച്ചത് അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ പോലും രാജ്യത്ത് താലിബാനെ മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയ സമരം അവസാനം താലിബാനെ തിരിച്ചു കൊണ്ടുവരുന്നതിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഈ അമേരിക്കൻ ഇൻറ്റേർണൽ പോളിറ്റിക്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടത് മാറുന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ രാമകൃഷ്ണൻ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇറാൻ എത്രയോ കാലമായിട്ട് പ്രതീക്ഷിച്ച ഒരു ആക്രമണമാണ് എന്ന് തുടക്കത്തിൽ പറയുണ്ടായി. അപ്പം ഞാൻ ഇതിപ്പം പല അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ നിന്നും പല പണ്ഡിതരിൽ നിന്നും കേൾക്കുന്നത് ഒരു 20 ലെയർ ഓഫ് ലീഡർഷിപ്പ് തകർന്നാൽ പോലും, ഇല്ലാതായാൽ പോലും, ആനിലേറ്റ് ചെയ്യാൻ പെട്ടപ്പോൾ പോലും ഇറാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നിലനിൽക്കും, അതിൻ്റെ സൈനികമായിട്ടുള്ള ആ ഒരു കണ്ടിന്യൂറ്റി നിലനിൽക്കും എന്നൊക്കെ പറയുന്ന ഒരു വാദം ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ അതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? ഇറാൻ ഏതായാലും അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്നത് പോലെ അവരുടെ അപഗ്രഥനങ്ങളിൽ വലിയ പാളിച്ചയുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ തന്നെ എൻ്റെ PhD ചെയ്തിരുന്നത് അമേരിക്കൻ പെർസെപ്ഷൻസ് ഓഫ് ഇറാൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അബദ്ധങ്ങൾ ആ കാര്യത്തിലുണ്ട്. ഇപ്പം ഇറാനെ പോലുള്ള ഒരു രാജ്യത്തെ മനസ്സിലാക്കാൻ അവിടുത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ, അവിടുത്തെ ഭരണവ്യവസ്ഥകളെ ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ടൂൾസ് ഇവർക്കില്ല എന്നുള്ളതാണ്. അത് ഇത്തരം സംസ്കാരങ്ങളോട് എങ്ങനെ സംവദിക്കണം, എന്ത് തരം ജ്ഞാനോൽപാദന രീതിയാണ് അപഗ്രഥനത്തിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു വ്യക്തി അതിൻ്റെ തലപ്പത്തിരുന്ന് കൈകാര്യം ചെയ്യുന്ന ഒന്നല്ല. അങ്ങനെ ഒരു നേതൃത്വം അതിനുണ്ട്. ഈ സുപ്രീം ലീഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ രാഷ്ട്രീയ അധികാരങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചല്ല അത് നിൽക്കുന്നത്. ആ സുപ്രീം ലീഡറിനെ തന്നെ എലക്ട് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് എക്സ്പേർട്സാണ്. ആ എക്സ്പേർട്സിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. 8 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കുന്നതാണ്. സുപ്രീം ലീഡറിനെ സഹായിക്കാൻ ഗാർഡിയൻ കൗൺസിലുണ്ട്. അവരാണ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ പേരുകൾ പരിശോധിക്കുകയും കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ഇറാനിൽ പ്രസിഡന്റ് ഉണ്ട്. ഇറാനിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അയത്തുള്ള ഖുമൈനിയുടെ ഒക്കെ ഇസ്ലാമിക് ഗവൺമെന്റിനെ കുറിച്ചുള്ള സങ്കല്പനകൾ, ഈ വിലായത്തെ ഫക്കി എന്ന് പറയുന്ന മത നേതാവിന് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് എന്ന് ഉള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് സുപ്രീം ലീഡറൊക്കെ വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പകുതി ഖുമൈനിയുടെ ഐഡിയയും പകുതി ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയയാണ് റിപ്പബ്ലിക്കനെ സംബന്ധിക്കുന്ന. അത്തരത്തിലുള്ള അധികാര വിതരണം ഈ വ്യവസ്ഥക്കകത്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം ലീഡർ മരിച്ചു പോവുകയോ കൊലയപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. ഈ 3 അംഗ കൗൺസിൽ ഉണ്ടാക്കുക, കൗൺസിൽ ഓഫ് എക്സ്പേർട്സ് അത് തീരുമാനിക്കുന്നത് വരെ ഈ കൗൺസിൽ ആ അധികാരം ഏറ്റെടുക്കുക എന്നുള്ളത്. പ്രസിഡന്റ് ഉണ്ട്. ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ ഇറാനിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലും അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഈ ഒരു ലോങ് ടേം സർവൈവലിൻ്റെ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. എലമെന്റ്സ് ഉണ്ട്. പിന്നെ ജനങ്ങൾ എലക്ട് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. പാർലമെന്റ് ഉണ്ട്, മജ്ലിസ് വളരെ പ്രധാനം, അതും ജനങ്ങൾ നേരിട്ട് എലക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ കൂടിയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ റെഷീം ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ വെനസ്വേലയിൽ ചെയ്യാൻ ശ്രമിച്ചത് അതാണ്. പക്ഷേ ഈ ഇറാനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഈ ജനാധിപത്യത്തിൻ്റെ പേരിലുള്ള സംഭവം, സ്ത്രീകളുടെ ശാക്തീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു തരത്തിൽ ഞങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു കോൺടെക്സ്റ്റിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അതിനൊരു ഒരു കോംപ്ലക്സ് ആയിട്ടൊരു സിറ്റുവേഷൻ അല്ലേ അത്? അതെ, അതിൽ ഇറാനിയൻ പിന്നെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമുള്ള വലിയ പ്രതിസന്ധികൾ അവിടെ ആ ഒരു പ്രശ്നത്തിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ശക്തമാണെങ്കിലും അതിൻ്റെ അകത്ത് തന്നെയുള്ള അനേകം വൈരുദ്ധ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അത് ജനതയും ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഐഡിയോളജിക്കൽ എൻറ്റിറ്റീസ് ഈ ഭരണവ്യവസ്ഥയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റ് ഈ അയത്തുള്ള അലി ഖമനയുടെ ഒരു ഹാർഡ് ലൈനർ എന്നൊക്കെ പറയുന്ന ആ വിധത്തിലുള്ളൊരു വ്യാഖ്യാനത്തിൽപ്പെട്ട ആളാണ് അലി ഖമേനി. പക്ഷെ പെഷസ്കിയാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റിഫോമിസ്റ്റാണ്. പ്രത്യയശാസ്ത്രപരമായി രണ്ടറ്റത്ത് കിടക്കുന്നവരാണ് പ്രസിഡന്റ് ഒന്നിച്ചു ഭരിക്കുന്നത്. നേരത്തെ ഖാത്തമി അതുമാതിരിയുള്ള റിഫോമിസ്റ്റ് ആണ്. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു പിന്നെ ഐഡിയോളജിക്കൽ ഡിവൈഡ് നമ്മൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഐഡിയോളജിക്കൽ ഡിവൈഡിനൊപ്പം ഇവർ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നും വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാമല്ലോ. പറയാം. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അതാണല്ലോ ഇത് നിലനിൽക്കാനുള്ള കാരണം. അതാണല്ലോ ഇപ്പോൾ ഇത്. പക്ഷേ ജനങ്ങളുടെ സമരങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യും. ഒരു വശത്ത് ഈ ലിബറൽ സെക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നഗര കേന്ദ്രീകൃതമായി പിന്നെ വൻതോതിൽ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വിഭാഗം, അത് റിഫോമിസ്റ്റുകളെയാണ് നിശ്ചയമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇറാനിലെ സാധാരണ ഗ്രാമീണ മനുഷ്യർ, പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ട്രഡീഷൻസിൽ നിന്ന് വരുന്നവർ, അവർ ശക്തമായി ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ പുറകിലാണ്. എന്ന് വെച്ചാൽ സുപ്രീം ലീഡറിൻ്റെ. അപ്പോൾ ഒരു വിധത്തിലുള്ള ക്ലാസ് ഡൈനാമിക്സും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പിന്നെ ഈ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, പിന്നെ ഈ വ്യത്യസ്തത നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനവും അങ്ങനെ ഉണ്ട്. ട്രഡീഷണലായിട്ട് ഈ ബാസാറീസ് കച്ചവടക്കാരായിരുന്നു. ഈ പിന്നെ ഇസ്ലാമിക് ലീഡർഷിപ്പിൻ്റെ, അവിടുത്തെ ക്ലർജിയുടെ, ഈ അയത്തുള്ളമാരുടെ ഒക്കെ അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്നത് ബാസാറീസാണ്. ഈ ബാസാറീസ് വളരെ പഴയ ഒരു ക്ലാസ്സാണ് ഇറാനിൽ. നമുക്കറിയാം, ഈ സിൽക്ക് റൂട്ട് ട്രേഡും ഇതുമൊക്കെ വളരെ നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ഒരു ശക്തിയാണ്. പക്ഷെ നാം സമീപകാലത്ത് കാണുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന വലിയ മൂവ്മെൻറ്റ് ഇറാനിൽ, അത് ഗ്രാൻഡ് ബസാറിൽ നിന്നാണ് തുടങ്ങുന്നത്. ടെഹ്റാനിലെ കച്ചവടക്കാരിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് പിന്നെ ഇറാനിയൻ കറൻസിയുടെ വൻതോതിലുള്ള ഡിവാലുവേഷനും അതൊക്കെ വെച്ചാണ് തുടങ്ങുന്നത്. അത് ഇപ്പോൾ അമേരിക്കൻ സാങ്ഷൻസ് കൊണ്ട്, ഇത്രയും കാലത്തെ സാങ്ഷൻസ് കൊണ്ടൊക്കെ ഇറാനിയൻ ഇക്കോണമി വലിയൊരു പ്രതിസന്ധിയിലാണ്. അതിനെ മറികടക്കാൻ കുറെ കൂടെ ഈ പ്രതിസന്ധി പക്ഷേ ഇറാനിന് മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഈ പ്രതിസന്ധി ഒരു പക്ഷേ ആഗോള പ്രതിസന്ധിയാണ്. അമേരിക്കയും ഈ പ്രതിസന്ധിയിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ട്രംപ് പറഞ്ഞത് പിന്നെ 4-5 ആഴ്ചയിലെ യുദ്ധമാണെന്നാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലുള്ള പൊളിറ്റിക്കൽ ക്ലാസ് സംസാരിക്കുന്നത് ഒരു ലോങ് വാറിനെ പറ്റിയാണ്. ആ ഒരു കാര്യമുണ്ട്. പിന്നെ അവസാനമായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വളരെ ദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ആത്യന്തികമായി ഇന്ത്യയുടെ ഒരു സാമ്പദ് വ്യവസ്ഥയെയും പ്രത്യേകിച്ചും നമ്മൾ ഈ ഗൾഫുമായിട്ടുള്ള നമ്മുടെ ഇക്കോണമിക് റിലേഷൻസ് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് അതിനെ ബാധിക്കാൻ പോകുന്നത്? ഒന്നാമത് ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിനുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ഈ ചോദ്യത്തിനുള്ളത്. ഒന്ന്, ഈ ലോങ് വാർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വിയറ്റ്നാമിലൊക്കെ കണ്ടതുപോലെ നമ്മൾ ഇപ്പോൾ ഉക്രൈൻ റഷ്യയുമായിട്ടുള്ള യുദ്ധം പോലെ ഒരു ലോങ് വാറിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? രണ്ടാമത്, എങ്ങനെയാണ് നമ്മളെ ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, ഇന്ത്യക്കാരെ ഇത് ബാധിക്കാൻ പോകുന്നത്? രണ്ട് കാര്യത്തിൽ നമ്മൾ നേരിട്ട് ബാധിക്കും. ഒന്ന്, ഇപ്പം തന്നെ എണ്ണവില കുതിച്ചുയരുന്നുണ്ട്. അത് ലോകത്തെ മറ്റ് പല രാജ്യവും, പക്ഷെ നമ്മെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയാണ്. അപ്പോൾ
അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇത്രയും വലിയൊരു ആ, പോപ്പുലേഷൻ. ഇന്ത്യൻ സമൂഹം അല്ല ഗൾഫിലുള്ള ഇന്ത്യക്കാരുടെ സ്ഥിതി. കാരണം അതുകൊണ്ട് ആണ് അത് ഇന്ത്യൻ ഇക്കോണമിക്ക്, പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് അതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടുത്തെ അനിശ്ചിതാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും ശക്തമായിട്ട് ബാധിക്കാൻ പോകുന്നത് പൊതുവിൽ ഇന്ത്യയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇതിൽ ആവശ്യമായി വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ഈ സൗദി അറേബ്യ അടക്കമുള്ള GCC രാജ്യങ്ങളുടെ ഒക്കെ വലിയ സമ്മർദ്ദം അമേരിക്കക്ക് മേലെ കൂടുതലായിട്ട് ഉണ്ടാവേണ്ട ഒരു സന്ദർഭമാണിത്. യുദ്ധത്തെ ഏതെങ്കിലും വിധത്തിലൊരു സീസ് ഫയറിലേക്കും ഈ കോൺഫ്ലിക്റ്റിൻ്റെ താത്കാലികമായിട്ടെങ്കിലുമുള്ള ഒരു സ്റ്റോപ്പേജിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനുള്ള സമ്മർദ്ദം ചെലുത്തേണ്ടുന്ന ഒരു അടിയന്തരമായിട്ടുള്ള ഉത്തരവാദിത്വവും ഇന്ത്യൻ ഗവൺമെന്റിനെ പോലുള്ള എൻറ്റിറ്റീസിനും ഉണ്ട്. അത്തരമൊരു ഇതിലേക്കാണോ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത്, അല്ല കൂടുതൽ ഈ പ്രശ്നത്തിൽ അഗ്രസറുടെ ഭാഗത്ത് നിലകൊള്ളുകയാണോ ചെയ്യുന്നത് എന്നുള്ള വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം ഇതിൽ അന്തർലീനമാണ്. അതാണ് നമ്മെ കൂടുതൽ വറി ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. തീർച്ചയായും രാമകൃഷ്ണൻ, നമുക്ക് ഈ കാര്യങ്ങൾ ഇനിയും തുടർന്നും ചർച്ച ചെയ്യേണ്ടി വരും എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ ചർച്ച തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും, നമ്മുടെ ഒരു സമയത്തിൻ്റെ പരിമിതി മുന്നിൽ വെച്ചുകൊണ്ട്. പക്ഷേ ആത്യന്തികമായി പരിശോധിക്കുമ്പോൾ ഈ യുദ്ധം, ഈ പറഞ്ഞ ഈ ഇറാനുമേൽ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം 4-5 ആഴ്ച കൊണ്ട് അവസാനിപ്പിച്ച് കളയാമെന്ന ട്രംപിൻ്റെ ആ ഒരു ബോധ്യം ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ല. അതൊരു ലോങ് വാറിലേക്കാണ് പോകുന്നത് എന്ന ഒരു തോന്നൽ അമേരിക്കൻ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ വളർന്നു വരുന്നു. അതോടൊപ്പം ഇന്ത്യ ഈ പ്രശ്നത്തിൽ ഇറാനെ പോലെ എത്രയോ ദീർഘകാലമായി നമ്മളുമായിട്ട് സിവിലൈസേഷനിലായിട്ട് തന്നെ ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് ഉള്ള അതിന് നേരെ നടന്ന ആക്രമണത്തിൽ എടുത്തിട്ടുള്ള സമീപനം, അത് പല ആൾക്കാരും അതിനെ വിശേഷിപ്പിക്കുന്നത് പാത്തറ്റിക് എന്നാണ്. പക്ഷേ രാമകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത് ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ബോധ്യത്തിലേക്ക് ഇന്ത്യൻ നേതൃത്വം കടന്നു വരുമെന്ന്, ആ പ്രതീക്ഷ നമുക്ക് നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം. തീർച്ചയായും ഇനിയും ഈ വിഷയവുമായിട്ടുള്ള നമ്മുടെ ചർച്ചകൾ തുടരും. നന്ദി, നമസ്കാരം.